ഹായ് ഓൾ. മരണമാസം എന്ന ചിത്രത്തിൻ്റെ വിശേഷങ്ങളുമായിട്ടാണ് ഇന്ന് എത്തിയിരിക്കുന്നത്. ശിവപ്രസാദ് സംവിധാനം ചെയ്ത് സിജു സണ്ണി കഥയും തിരക്കഥയും ചെയ്ത് ബേസിൽ ജോസഫ് നായകനായി എത്തിയ ചിത്രമാണ് മരണമാസ്. ഒരു ഗ്രാമീണ പശ്ചാത്തലത്തിലാണ് ഈ സിനിമ തുടങ്ങുന്നത്. ഒരു കൊലപാതകവും അതുമായി ബന്ധപ്പെട്ട് നടക്കുന്ന കേസന്വേഷണവും അതിനെ റിലേറ്റ് ചെയ്ത് വരുന്ന ഒരു സീരിയൽ കില്ലറിനെ അന്വേഷിക്കുകയാണ്. ഈ സീരിയൽ കില്ലറിനെ സംബന്ധിച്ച് നാട്ടിലെ ഒരു പൊതു ശല്യമാണ്. ആ ഒരു റോളിൽ എത്തിയിരിക്കുന്നത് ആരാണെന്ന് അറിയണമെങ്കിൽ സിനിമ കണ്ടു തന്നെ മനസ്സിലാക്കണം. എന്തെങ്കിലും പറഞ്ഞാൽ സ്പോയിലറായി പോകും, അതുകൊണ്ടാണ് പറയാത്തത്. ബേസിലിൻ്റെ ഇൻട്രോയോട് കൂടി ചിരിയുടെ പൊടി പൂരം തുടങ്ങുകയാണ്. ബേസിൽ മാത്രമല്ല, ബാബു ആൻ്റണി, സുരേഷ് കൃഷ്ണ തുടങ്ങിയവരെല്ലാം അവരുടെയൊക്കെ ഓരോ ഡയലോഗും കോമഡിക്ക് വേണ്ടി ചെയ്തിരിക്കുന്നതാണെന്ന് തോന്നിപ്പോകുന്ന രീതിയിൽ സിനിമ ഫുള്ള് കോമഡിയാണ്. ചിരിച്ച് മരിച്ച ഒരു സിനിമയാണ്. ഈ അടുത്ത കാലത്തൊന്നും ഞാൻ ഇത്രയും കോമഡിയുള്ളൊരു സിനിമ കണ്ട് ചിരിച്ചിട്ടില്ല എന്നുള്ളത് മറ്റൊരു സത്യം. ഓരോ താരങ്ങളുടെ ഡയലോഗ്സും മെയിൻലി ഫോക്കസ് ചെയ്തിരിക്കുന്നത് കോമഡിയാണെന്ന് തോന്നി. താൻ പോലും അറിയാതെ സീരിയൽ കില്ലറായി മാറിയ ഒരാളുണ്ട്. പക്ഷേ അയാളുടെ കാഴ്ചപ്പാടിൽ അയാൾ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം ന്യായമായിട്ടുള്ള കാര്യങ്ങളാണ്. അതാരാണെന്നറിയാനും സിനിമ കണ്ടു തന്നെ മനസ്സിലാക്കുക. ഒരു ബസ് യാത്ര ഈ ഫിലിമിലെ മറ്റൊരു ഇവൻ്റാണ്. അതും രസകരമായി തന്നെ ചെയ്തിട്ടുണ്ട്. ചെറിയ രീതിയിൽ സസ്പെൻസും ഇമോഷൻസും ഒക്കെ ഉണ്ടെങ്കിലും കൂടുതൽ ഫോക്കസ് ചെയ്തിരിക്കുന്നത് കോമഡിയാണ്. ബേസിലിൻ്റെ ഹെയർ സ്റ്റൈല്, ലുക്ക്, മൊത്തത്തിൽ ബേസിലിൻ്റെ ഒരു ആറ്റിറ്റ്യൂഡ് എല്ലാം കുറച്ച് വെറൈറ്റി ആയിട്ടാണ് ഈ ഒരു സിനിമയിൽ ചെയ്തിരിക്കുന്നത്. ഒട്ടും ഒരു തരി പോലും ലാഗില്ല. പെട്ടെന്നാണ് ഓരോ ഇവൻറ്റും കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ എഡിറ്റിംഗ് ചെയ്തിരിക്കുന്നത് ചമൻ ചാക്കോയാണ്. പുള്ളിയുടെ എഡിറ്റിംഗ് എടുത്ത് പറയേണ്ട കാര്യമില്ലല്ലോ, അടിപൊളി എഡിറ്റിംഗ് ആണ്. ഈ അടുത്ത കാലത്തൊന്നും സത്യം പറഞ്ഞാൽ ഇത്രയും നല്ലൊരു കോമഡി പടം കണ്ടിട്ടില്ല. ഫാമിലിയായി കുട്ടികളടക്കം തന്നെ കാണാം. ഒരുപാട് ഇങ്ങനെ അടിപടി, ഇടി, വെട്ട്, കുത്ത് അങ്ങനെയുള്ള സംഭവങ്ങളൊന്നുമില്ല. അതുകൊണ്ട് ഫാമിലിയായിട്ട് തന്നെ കാണാം, ചിരിച്ച് മരിക്കാം, അത്രേ പറയാനുള്ള അടിപൊളി പടം. ഫുൾ കോമഡി, കൂടുതലും കോമഡി തന്നെയാണ് ഇതിന് ഫോക്കസ് ചെയ്തിരിക്കുന്നത്. നിങ്ങളിൽ ആരെങ്കിലും കണ്ടവരുണ്ടെങ്കിൽ അഭിപ്രായം പറയുക, കാണാത്തവരുണ്ടെങ്കിൽ കാണാൻ ശ്രമിക്കുക. അടുത്ത വീഡിയോയുടെ വിശേഷങ്ങളുമായി വീണ്ടും കാണുന്നത്. ടാറ്റാ.